നമ്മുടെ വയനാട്ടിൽ ഇന്ന് വരെ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ട് ഒന്നായിരുന്നു. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, ദേശാഭിമാനി, ജനയുഗം, വീക്ഷണം എന്ന് വേണ്ട മാധ്യമം, എല്ലാ കൗമുദി, എല്ലാ ദിനപത്രങ്ങളുടെയും തലക്കെട്ട് ഒരൊറ്റ വാക്കായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വാക്ക് ഉള്ളുപൊട്ടി എന്നാണ്. ഉരുൾപൊട്ടലാണ്, പക്ഷെ തലക്കെട്ട് കൊടുത്തത് ഉള്ളുപൊട്ടി എന്നാണ്. പത്രങ്ങൾ കൂടിയാലോചിച്ചു കൊടുത്തതല്ല, യാദൃച്ഛികമായി സംഭവിച്ചു. കാരണം അത്ര വലിയ ദുരന്തം കാണുമ്പോൾ സ്വന്തം ഉള്ളു പൊട്ടുന്ന വേദനയാണ് ഓരോ മലയാളിക്കും ഉണ്ടായത്. നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ചോരക്കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ കണ്ണടച്ചു തുറക്കുന്ന നിമിഷാർത്ഥത്തിൽ ശരീരം ഛിന്ന ഭിന്നമായി ആ ദുരന്തത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. ചാലിയാർ പുഴയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി വന്നു. മനുഷ്യ ശരീരഭാഗങ്ങൾ, കയ്യും കാലും ശിരസുമൊക്കെ ഒഴുകി വരുന്നു. മനുഷ്യരെല്ലാം ഒരുമിച്ച് കൈകോർത്ത് ആ പുഴയിൽ നിന്നും മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പരമാവധി കരയ്ക്കടുപ്പിച്ചു. എത്ര വലിയ ദുരന്തമാണത്! ഏത് ശിലാഹൃദയനും കരഞ്ഞു പോകുന്ന ദുരന്തം. അവിടെ ആ ദുരന്തബാധിതരായ മനുഷ്യർ, ചില വീട്ടിൽ ഒരാളൊക്കെയാണ് അവശേഷിച്ചത്, ചില വീട്ടിൽ 2 പേർ. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർ, കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത കണ്ണുനീരിൽ ചാലിച്ച, മനുഷ്യരക്തത്തിലും കണ്ണുനീരിലും ചാലിച്ച ഒരു ദുരന്തമായി അത് മാറി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിവിധ സംഘടനകളെല്ലാം അവരാലാവും വിധം പണം ശേഖരിച്ച് മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിച്ചു. സർക്കാരിനെ ഏൽപ്പിച്ചു. സർക്കാർ അവിടെ വീടുകൾ നിർമ്മിച്ചു. ഇപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ ആദ്യഘട്ടം വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. സുരക്ഷിതമായ നല്ല വീടുകൾ നിർമ്മാണം പൂർത്തിയായി വരുന്നു. 100-300 വീടുകളാണെന്ന് തോന്നുന്നു ഇപ്പൊ പൂർത്തിയായി വരുന്നത്. കൃത്യ എണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ.